ഓം ശാന്തി. ഓൾമോസ്റ്റ് ഓൾ സക്സസ്ഫുൾ പേഴ്സൺസ് ജീവിതത്തിൽ മുഖ്യമായി മുഖ്യധാരയുള്ളതായിട്ടുള്ള വിജയികളായിട്ടുള്ള ആളുകൾ അവരുടെയൊക്കെ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കോമൺ ആയിരിക്കുന്ന ഒരു സിസ്റ്റം അവരെല്ലാവരും തൻ്റെ ലൈഫിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്കും ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിമ്പിളായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, പ്രഭാതത്തിൽ ഉണർന്നാൽ ആദ്യം തന്നെ ഈശ്വരനോട് നന്ദി പറയാനുള്ളതായിരിക്കുന്ന ഒരു സ്വഭാവം. ഞാൻ ഗുഡ് മോർണിംഗ് അഫർമേഷൻ എന്ന പേരിൽ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, കമൻട്രി. രാവിലെ എഴുന്നേറ്റ ഉടനെ ഈശ്വരനോട് ഗുഡ് മോർണിംഗ് പറയാൻ നിങ്ങളെ സഹായിക്കുന്നതായിട്ടൊരു വിധം. ഒരു പരിധി വരെയൊക്കെ നിങ്ങൾക്കത് 10 പ്രാവശ്യമൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് അത് വരാൻ തുടങ്ങും. നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ സ്വയം ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ചാൽ മതി, വീണ്ടും ഒരു പ്രഭാതത്തിൽ ഇത്രയും നല്ലൊരു ലൈഫ്, ഇത്രയും നല്ല കണ്ണുകൾ, കൈകൾ, ഈ നല്ല ശരീരം, തൻ്റെ ഈ ശരീരം കൊണ്ട് ഒരിക്കൽ കൂടി ഒരു ദിവസം പുണ്യകർമ്മം നേടാൻ വേണ്ടി തന്നതിന് ഈശ്വരനോട് അത്രയും ഹൃദയംഗമമായ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതകാര്യങ്ങളെല്ലാം, ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി ചെയ്യാൻ വേണ്ടി സഹായിച്ചതിന് ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട്, ഇനി ഒരിക്കൽ കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ചാൻസ് എനിക്ക് തന്നതിന് ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട്, ആ എല്ലാം കൊണ്ടും ഹൃദയത്തിൽ ഈശ്വരനുള്ള താങ്ക്സ് പറഞ്ഞ് ആ മനസ്സിൽ ഈശ്വരനെ കണി കൊണ്ടുകൊണ്ട് ആദ്യം ഉണരണം. രണ്ടാമത്തെ കാര്യം, ആഹാ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു പുതിയ രീതിയാണ്, ഞാൻ കുറച്ച് നാളായിട്ട് ചെയ്തു നോക്കി, എനിക്ക് വളരെ നന്നായി തോന്നിപ്പോയി. അതുകൊണ്ട് നിങ്ങൾക്കും ആ കാര്യം പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ, ആക്സെപ്റ്റൻസ്. ഞാൻ എങ്ങനെയാണോ അതുപോലെ എല്ലാ ജീവാത്മാക്കളുള്ളിലും ഭഗവാനാൽ കനിഞ്ഞനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ഗുണങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതായിരിക്കുന്ന കലകളും വരദാനങ്ങളും എന്താണോ അതുപയോഗിച്ച് വിന്നേഴ്സ് ആവാൻ തന്നെയാണ് ഭഗവാൻ നമുക്ക് ജന്മം തന്നിട്ടില്ല. ഒരു ബുക്ക് തന്നെയുണ്ട്, ബോൺ ടു വിൻ, കഴിയുമെങ്കിൽ വായിച്ചു നോക്കണം, ജയിക്കാൻ ജനിച്ചവരെന്ന്. ഈ ലോകത്തിൽ എല്ലാ മനുഷ്യന്മാരും ജയിക്കാൻ ജനിച്ചവരാണ്. അതുകൊണ്ട് യാതൊരു മടിയും കൂടാതെ പറയാം, ഐ എം ദ വിന്നർ. ഞാൻ ഈ ലോകത്ത് ഏറ്റവും വലിയ വിജയിയാണ്. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിരിക്കുന്ന ആളാണ്. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും സൗഭാഗ്യശാലിയായിരിക്കുന്ന ആളാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. ഇത്തരത്തിലായിട്ടുള്ള ഹൈലി പവർഫുൾ ആയിട്ടുള്ള തോട്ട്സ് കൊണ്ട് ഞാനിതാണ് എന്നങ്ങ് ആക്സെപ്റ്റ് ചെയ്യും. രണ്ടാമത്തെ, മറ്റെല്ലാവരെയും കെട്ടിപ്പിടിക്കുകയും സ്നേഹിക്കുകയൊക്കെ നമ്മൾ ചെയ്യാറില്ലേ? ഭഗവാൻ നമ്മുടെ അടുത്ത് പറയുന്നത് സെൽഫ് സബാഷ് എന്ന്. സ്വന്തം കൈ കൊണ്ട് സ്വയം പുറത്തിങ്ങനെ തട്ടിയിട്ട് ആഹാ ഞാൻ എത്ര നല്ലതാണ് എന്ന്. അതേപോലെ തന്നെ സ്വയം അവനവനെ സ്നേഹത്തോടു കൂടി ആലിംഗനം ചെയ്യുക. മറ്റാരെയോ നിങ്ങൾ ആലിംഗനം ചെയ്യും പോലെ, മറ്റാരെയോ ചേർത്ത് പിടിക്കും പോലെ സ്വയം നമ്മളെ തന്നെ അങ്ങ് ഹഗ് ചെയ്യുക. എന്നിട്ട് ആഹാ ഞാൻ എത്ര ഗ്രേറ്റാണ്, ഞാൻ എത്ര പവർഫുള്ളാണ്, ഞാൻ എത്ര ബ്യൂട്ടിഫുള്ളാണ്, ഞാൻ എത്ര നല്ല സക്സസ്ഫുള്ളായിരിക്കുന്ന പേഴ്സണാലിറ്റിയാണ്, ഞാൻ എത്ര സ്വീറ്റാണ്. ഇങ്ങനെ സ്വന്തം നല്ല ഗുണങ്ങളെ ഓർത്തുകൊണ്ട് അവനവനെ അങ്ങ് ഹഗ് ചെയ്യുക എന്ന് ചേർത്ത് നമുക്ക് നമ്മൾ കൊടുക്കുന്ന വലിയൊരു അംഗീകാരമാണ്. അതുപോലെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്രീസിയേഷനും ഹഗ്ഗിങ്ങും ഒന്നിച്ച് ചെയ്യുക. അതിനാണ് ഞാൻ ആഹാ എന്ന് പറഞ്ഞത്. ഈ ആഹാ എന്നുള്ളത് നല്ലൊരു വാക്കാണ്. ആഹാ എന്ന് പറയുമ്പോൾ ഇത് 3 ഓർമ്മിക്കുക. നമ്മുടെ ലൈഫിലുള്ളതായിരിക്കുന്ന ഗുണങ്ങളെ, ശക്തികളെ ഞാൻ എന്നെ കെട്ടിപ്പിടിക്കുന്നു, ഞാൻ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ അങ്ങ് സ്നേഹിക്കാൻ, ആര് സ്വയം അവനവനെ സ്നേഹിക്കുന്നു അവർക്ക് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. അവർക്ക് മാത്രമേ മറ്റുള്ളവർക്ക് സ്നേഹമാണെങ്കിലും ആദരവാണെങ്കിലും കൊടുക്കാൻ കഴിയുള്ളൂ. അവർക്ക് മാത്രമേ ലോകത്തെ സ്നേഹിക്കാൻ കഴിയൂ, പ്രപഞ്ചത്തെ സ്നേഹിക്കാൻ കഴിയൂ, ഈശ്വരനെ സ്നേഹിക്കാൻ കഴിയൂ. അതുകൊണ്ട് ആദ്യം നമ്മളെ തന്നെ അങ്ങ് സ്നേഹിക്കുക. രണ്ടാമത്, ഉണർന്ന ഉടനെ തന്നെയുള്ള നല്ലൊരു ശീലം വേണ്ടത്, നമ്മളെപ്പോഴും ഉണരുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ ഭാഗം ക്ലിയർ ചെയ്തു എന്നൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ്. എഴുന്നേറ്റാൽ ആ ബെഡ്ഷീറ്റൊക്കെ നല്ല നീറ്റാക്കി വെച്ച്, നമ്മൾ പുതയ്ക്കാൻ വിരിച്ചത് വിരിപ്പുണ്ടെങ്കിൽ, പുതപ്പുണ്ടെങ്കിൽ അതിനെ മടക്കി നീറ്റാക്കി വെച്ചു. നമ്മൾ എന്താണോ നമ്മൾ കിടന്നെഴുന്നേറ്റ ഭാഗം അത് ആദ്യം ഒന്ന് നീറ്റാക്കി എണീക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ മെസ്സേജ് കൊടുക്കുകയാണ്, ഞാൻ വളരെ ക്ലിയറാണ്, അച്ചടക്കത്തോടു കൂടി സെറ്റായിട്ട് ഞാൻ എണീറ്റിരിക്കുന്നു, ഞാൻ പെർഫെക്റ്റായിട്ട് എണീറ്റിരിക്കുന്നു എന്ന് ഉപബോധ മനസ്സിലൊരു മെസ്സേജ് കൊടുക്കലാണ് ആ സെറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഉണർന്ന ഉടനെ ബ്രഷ് ചെയ്ത് ഫ്രഷായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാനിരിക്കുമ്പോൾ ഉറക്കം വരിയിരിക്കും. അവർ കുറച്ച് സമയം വർക്കൗട്ട് ചെയ്തിട്ട് മെഡിറ്റേഷൻ ഇരുന്നോളൂ. ഞാൻ എൻ്റെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് മെഡിറ്റേഷൻ എന്നത് ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ബ്രഷ് ചെയ്ത് ഫസ്റ്റ് വന്ന്
ഒന്ന് ചെയ്യുന്ന കാര്യം മെഡിറ്റേഷനാണ്. ബ്രഷ് ചെയ്ത് കൈയും മുഖമൊക്കെ കഴുകി ചെവിയും മുഖമൊക്കെ നനച്ച് ഓൾമോസ്റ്റ് ഫ്രഷ് ആയിക്കൊണ്ട് വന്നിരുന്ന് മെഡിറ്റേഷൻ ഇരിക്കും. ആ മെഡിറ്റേഷൻ്റെ ആനന്ദത്തിൽ മുഴുകുമ്പോൾ അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുക. അതേസമയം നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ ഉറക്കം വരുന്നുണ്ടെങ്കിൽ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഉറക്കം വന്നേക്കാം. അതുകൊണ്ട് കുറച്ച് സമയം വർക്കൗട്ട് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ മെഡിറ്റേഷന് വേണ്ടി ഇരിക്കുക. കാരണം ശരീരത്തിനും മനസ്സിലും ഒരുപോലെ സന്തോഷം കൊടുക്കുന്ന ഒരു സാധനമാണ് എക്സസൈസ് അഥവാ വ്യായാമം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മെഡിറ്റേഷനാണ്, മറ്റൊന്ന് വർക്കൗട്ടാണ്. ഓർഡർ നിങ്ങൾക്ക് നിശ്ചയിക്കാം, നിങ്ങൾക്ക് ഏതിലാണോ കൺവീനിയൻസ് തോന്നുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം, ഏറ്റവും നല്ല മെഡിറ്റേഷൻ്റെ സമയം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്ത സമയം തന്നെയാണ്. സപ്പോസ് നിങ്ങൾക്ക് ഉറക്കം വരുന്നുവെങ്കിൽ കുറച്ച് സമയം വർക്കൗട്ട് ചെയ്തിട്ട് ബാക്കി സമയം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തിട്ട് പിന്നെ ബാക്കി വർക്കൗട്ട് ചെയ്തോളൂ. എന്നാലും കുഴപ്പമില്ല. എനർജറ്റിക് ആയിട്ട് ആക്റ്റീവായിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മുടെ സർക്കുലേഷൻ ഓക്കെ ആക്കി ശ്വാസഗതിനെ ഓക്കെ ആക്കി അങ്ങനെ ഇരുന്ന് ഭഗവാനെ ഓർമ്മിച്ച് മെഡിറ്റേഷനിലൂടെ ശക്തി നിറച്ച് വർക്കൗട്ട് ചെയ്ത് ഇത്രയും കാര്യം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ പ്രഭാതത്തിൻ്റെ ആദ്യ ഭാഗം ഏറ്റവും നന്നായി തുടങ്ങി നമുക്ക് തോന്നിപ്പോകും. പിന്നെ മറ്റൊരു കാര്യം ചെയ്യേണ്ടത് ഇൻറ്റൻഷൻ എന്താണോ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ഇൻറ്റൻഷൻ. ലൈഫിനൊരു ഉദ്ദേശം എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷെ ഇന്നത്തെ ഒരു ദിവസത്തിനുണ്ടാവും ഒരു ഉദ്ദേശം. ആ ഉദ്ദേശം എന്തെന്ന് നമ്മൾ ചിന്തിക്കണം. അതിനുവേണ്ടി നമ്മൾ അഫർമേഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി വിഷ്വലൈസേഷനും വേണം. ഈ കാര്യങ്ങൾ ഒന്ന് നമുക്ക് ഇന്നത്തെ ദിവസം ഞാൻ എന്താണ് എൻ്റെ ലൈഫിൻ്റെ രാത്രി വരെ ഞാൻ ചെയ്യാൻ പോണ കാര്യം. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നിങ്ങൾ ഏതൊരാളാണോ ഓരോ ദിവസത്തെ അവനവൻ്റെ കാര്യത്തിന് വേണ്ടി ഇന്നത്തെ ദിവസം ഞാനിത് നേടിയിരിക്കും, ഇതിനു വേണ്ടി ഞാൻ ഇങ്ങനെയായിരിക്കും എന്നതായിരിക്കുന്ന അഫർമേഷനും വിഷ്വലൈസേഷനും ഒപ്പം അതിൻ്റെ ഇൻറ്റൻഷൻ ഉദ്ദേശം മനസ്സിലാക്കി പ്ലാൻ ചെയ്യാത്തവർ അവർക്ക് ഒരിക്കലും തൻ്റെ സമയത്തെ ഫ്രൂട്ട്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല. അത് അഗ്നിയൊന്ന് കുഴഞ്ഞ് മറിഞ്ഞ് കുറച്ച് ചെയ്തു കുറച്ച് ചെയ്തില്ല, കുറേ കാര്യങ്ങളുണ്ടാവും, കുറച്ച് അത് ചെയ്തു കുറച്ച് ഇത് ചെയ്തു, ഒന്നും ശരിയായില്ല എന്നുള്ള തോന്നൽ നമുക്കുണ്ടായിരിക്കും. വൈകുന്നേരം വരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ എല്ലാം കുറച്ച് കുറച്ചായിട്ടുണ്ട്, ഒന്നും എവിടെ എത്തിയിട്ടുമില്ല. അപ്പോൾ ലൈഫിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു ലൈഫായിരിക്കും അവർ ലീഡ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഓരോ ദിവസത്തിലും ഇന്നത്തെ ദിവസം ഞാൻ ഇന്ന കാര്യങ്ങൾ, ഈ ലക്ഷ്യം വരെ എൻ്റെ ജീവിതയാത്ര ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നതായിട്ടുള്ള ഇൻറ്റൻഷൻ നമുക്ക് ആവശ്യമാണ്. അതിന് വേണ്ടതായിരിക്കുന്ന അഫർമേഷൻ. ഇന്നിപ്പോൾ ഞാൻ ഒരു ആളെ കണ്ടിരിക്കും, ഞാൻ അവരെ സക്സസ്ഫുള്ളായിട്ട് മീറ്റ് ചെയ്തിരിക്കും, എൻ്റെ ലൈഫ് നേടിയിരിക്കുന്നതാണെങ്കിൽ ഓക്കെ പറയാം ഞാൻ ഇന്ന് ഇന്ന കാര്യത്തിൽ സക്സസ്ഫുൾ ആണ്. ഇനി അങ്ങനെ നമുക്ക് പുറത്തു പോയിട്ടൊരു കാര്യമൊന്നുമില്ല. വീട്ടിലൊരു അമ്മയാണെങ്കിൽ ഇന്നത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ ഞാൻ ഈ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു എക്സ്പീരിയൻസ് എൻ്റെ മനസ്സിനും ബുദ്ധിക്കും ശരീരത്തിനും ഉത്സാഹവും ഉന്മേഷവും കൊടുക്കുന്ന സെൽഫ് മോട്ടിവേറ്റഡ് ആക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ലൈഫിൽ സെലക്ട് ചെയ്യണം. ഈ ഒരു ദിവസം കൊണ്ട് ഈ ഒരു നല്ല അനുഭൂതി നേടാനുള്ളതായിരിക്കണം എൻ്റെ ജീവിതം എന്ന് നിശ്ചയിക്കുകയും അതിന് വേണ്ടതായിട്ടുള്ള വിഷ്വലൈസേഷനും അഫർമേഷനും നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അടുത്ത കാര്യം പഠനമാണ്. പഠനം എന്നത് സ്റ്റഡി എന്നത് നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റിയേ പറ്റൂ. പഠനം അവസാന നിമിഷം വരെ പഠിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ ഒന്നുകിൽ സ്വയം സംതൃപ്തിയോടുകൂടി ഇഷ്ടത്തോടെ പഠിക്കും, അല്ലെങ്കിൽ ജീവിതം നമ്മളെ പാഠങ്ങൾ പഠിപ്പിക്കും. ജീവിതം പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും അത് ദുഃഖദായകമായിട്ട് മാറും. സ്വയം പഠിച്ച് മുന്നേറുമ്പോൾ നമുക്കത് ആനന്ദവും ആഘോഷവുമായിട്ട് മാറും. അതുകൊണ്ട് എന്നും ജീവിതത്തിൽ പഠിക്കാനും വായിക്കാനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറച്ച് തോട്ട്സ് പഠിക്കുക, അതിനെ വിശകലനം ചെയ്യുക, അതിനെ അറിയുക, അതിനെ മനസ്സിലാക്കുക, എന്നിട്ട് സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു ദിവസം നമുക്ക് ആരംഭിക്കാൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. മാത്രമല്ല ഒപ്പത്തിനൊപ്പം നല്ല പവർഫുൾ ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ അർത്ഥം എന്തെങ്കിലും നിറച്ച് കഴിക്കുക എന്നല്ല, നല്ല പ്രോട്ടീൻ റിച്ച് ആയിരിക്കുന്ന നല്ല ഫുഡുകൾ സെലക്ട് ചെയ്തുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സലാഡ്സോ അതല്ലെങ്കിൽ അത്തരത്തിൽ ന്യൂട്രീഷ്യസ് ആയിരിക്കുന്ന ഫുഡ് കൊടുത്തുകൊണ്ട്. കാരണം ഒരു പ്രഭാതത്തിൽ പൂർണ്ണ എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലായിട്ടുള്ള ഫുഡും അതിന് വലിയൊരു സഹായകമായിട്ടുള്ള ഘടകമാണ്. ബ്രെയിൻ ആക്ടിവേറ്റിംഗ് ഫുഡ് എന്ന് പറയും. കഴിയുമെങ്കിൽ നിങ്ങൾ ഓട്സ് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം, ബദാം, ഇങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല സാധനങ്ങളെ ഡ്രൈ ഫ്രൂട്ട്സിനെ അങ്ങനെ കഴിക്കരുത്. ആ ഡ്രൈ ഫ്രൂട്ട്സ് വെള്ളത്തിലിട്ട് കുതിർന്ന ശേഷം അതിനെ കഴിക്കുമെങ്കിൽ അതിന് ഡബിൾ ബെനിഫിറ്റ് ആണ്. ഇങ്ങനെയൊക്കെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്. ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം പിന്നെ ഒരു കാര്യം കൂടി, ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഒരു റിവ്യൂ നമ്മുടെ ലൈഫിന് വേണ്ടി. അന്ന് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുകയല്ല, ഈ എല്ലാ കാര്യങ്ങളും കഴിയുമ്പോൾ നമ്മൾ തലേദിവസം തയ്യാറാക്കി വെച്ചുള്ള ടു ഡു ലിസ്റ്റിനെ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ലിസ്റ്റിനെ ഒന്നും കൂടി ഒന്ന് റിവ്യൂ ചെയ്യുക. അത് നമുക്ക് ഈസി ആയിട്ട് അന്നത്തെ കാര്യത്തെ ഓർമ്മിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കും. ഈ 9 കാര്യങ്ങളെ കൃത്യമായി ലൈഫിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിജയത്തിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. തീർച്ചയായിട്ടും നിങ്ങൾ നമ്പർ 1 വിജയികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.
ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.